നൂറ്റാണ്ടുകളുടെ ചരിത്രഭാരവും പേറി മറ്റൊരു ക്രിസ്മസ് കൂടി വന്നെത്തുകയാണ്. ആഘോഷങ്ങൾക്കായി നാം നക്ഷത്രങ്ങൾ തൂക്കുമ്പോൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും മതപരമായ അധികാരങ്ങൾക്കും വേണ്ടി മനുഷ്യനെ ശത്രുവായി കാണുന്ന ഈ കാലത്ത് എന്തിനാണ് ലോകം വീണ്ടും ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ഒരുപക്ഷെ ഇതൊരു വെറും ആഘോഷമല്ല, മറിച്ച് വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് മേൽ സ്നേഹം ജയിക്കുമെന്ന് സ്വയം ഓർമ്മിപ്പിക്കാനുള്ള ഒരു നിശബ്ദ വിപ്ലവമാണ്. നമ്മൾ പലപ്പോഴും കേൾക്കാത്ത ഒരു കഥയുണ്ട്. 1914 ഒന്നാം ലോകമഹായുദ്ധകാലം മഞ്ഞുവീണ ആ ഡിസംബർ 24 ബെൽജിയത്തിലെ മാരകമായ യുദ്ധക്കളങ്ങളിൽ ഒരു അത്ഭുതം സംഭവിച്ചു. ക്രിസ്മസ് ട്രൂസ്. പരസ്പരം വെടിവെച്ചിരുന്ന ജർമ്മൻ ബ്രിട്ടീഷ് സൈനികർ ക്രിസ്മസ് തലേന്ന് താൽക്കാലികമായി യുദ്ധം നിർത്തിവെച്ചു. തോക്കുകൾ താഴെ വെച്ച അവർ ട്രെഞ്ചുകളിൽ നിന്ന് പുറത്തു വന്നു. പരസ്പരം മിഠായികൾ കൈമാറി ഫുട്ബോൾ കളിച്ചു. സംയുക്തമായി മരിച്ചവരെ സംസ്കരിച്ചു. രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞ ശത്രുതയേക്കാൾ വലുത് മനുഷ്യത്വമാണെന്ന് ആ പാവം സൈനികർ തെളിയിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രൊപ്പഗണ്ടകളെ ആ ഒരു രാത്രിയിലെ സ്നേഹം തോൽപ്പിച്ചു കളഞ്ഞു. ഇന്ന് 2025 ലോകം മാറുന്നില്ല. അതിർത്തികൾ മാറുന്നു, യുദ്ധമുഖങ്ങൾ മാറുന്നു. മതത്തിന്റെ പേരും പറഞ്ഞ് മനുഷ്യരെ വിഭജിക്കുന്ന പ്രൊപ്പഗണ്ടകൾ നമ്മുടെ സ്ക്രീനുകളിൽ നിറയുന്നു. എന്നാൽ ബെത്ലഹേമിലെ ആ കാലിത്തൊഴുത്തു നൽകുന്ന സന്ദേശം രാഷ്ട്രീയമാണ്. അത് അധികാരത്തിന്റെ അഹന്തയ്ക്കെതിരെയുള്ള ദരിദ്രന്റെ നിശബ്ദ പ്രതിഷേധമാണ്. യേശു ജനിച്ചത് കൊട്ടാരങ്ങളിലല്ല, ഭയത്തിന്റെയും അടിച്ചമർത്തലിന്റെയും ലോകത്തേക്കാണ്. സ്വന്തം നാട്ടിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്ന ഒരു അഭയാർത്ഥിയായിരുന്നു ആ ഉണ്ണി യേശു. അതുകൊണ്ട് തന്നെ ഇന്ന് യുദ്ധക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടവന്റെയും തെരുവിൽ അലയുന്നവന്റെയും വേദനയിൽ ക്രിസ്തുവെന്ന ആ ആട്ടിടയന്റെ ഓർമ്മകളുണ്ട്. ഈ ക്രിസ്മസ് വെറുമൊരു കേക്കിലോ നക്ഷത്രത്തിലോ അവസാനിക്കരുത്. രാഷ്ട്രീയ ചിന്തകൾക്കും മതപരമായ അതിർവരമ്പുകൾക്കും അപ്പുറം മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമുക്ക് കഴിയണം. പ്രൊപ്പഗണ്ടകൾ വിതക്കുന്ന വെറുപ്പിന്റെ വിത്തുകളെ സ്നേഹം കൊണ്ട് നശിപ്പിക്കണം. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നത് വെറുമൊരു പ്രാർത്ഥനയല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഈ ക്രിസ്മസ് ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ. സമാധാനം ആകാശത്തു നിന്നും ഇറങ്ങി വരുന്നതല്ല, അത് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് തുടങ്ങേണ്ടതാണ്. സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് സന്തോഷങ്ങൾ.